السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രത്തിലെ ആശിഖ്യങ്ങൾക്ക് ഏറ്റവും ആനന്ദം നൽകുന്ന ചരിത്ര ഭാഗമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം. ആ അതുല്യ പിറവിയുടെ അനുഭവങ്ങളും ചരിത്ര പശ്ചാത്തലങ്ങളും കോർത്തിണക്കിയ മാപ്പിള കവി OM കരുവാരക്കുണ്ടിൻ്റെ അരശേറും എന്ന ഇശലിൽ കോർത്ത വരികളാണ് ആലപിക്കാനിരിക്കുന്നത്. എല്ലാത്തിനും മുന്നേ അള്ളാഹു താല പടച്ചത് തൻ്റെ നൂറാണെന്ന് ജാബിർ അലി അള്ളാഹുവിനോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഭാഗം ഹദീസുകളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ അതുല്യ ആദിമ നൂറിനെ, അതിൻ്റെ പിറവിയിലുള്ള അതിശയങ്ങളും അതൃപ്പത്തിൽ പാടി പറയുകയാണ് എന്നാണ് കവി തുടക്കത്തിൽ പല്ലവിയിൽ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. പല്ലവി ഇങ്ങനെയാണ്: ആദിയമൈ തൊളി ത്വാഹ അഹ്മദൻ നബി തിരുഗുരു മലർവിലാദത്തിൻ അതിശയ പുകഴ്ചകൾ അതൃപമ്പെത്തൂരത്തും കൊണ്ടേ അരിമ പെരുമ പുതുമ തരമ നിജമായി പെരുമ അഷ്റഫുൽ മുബശ്ശിർ താമേ അഷ്റഫുൽ മുബശ്ശിർ താമേ ആദിയമൈ തൊളി ത്വാഹ അഹ്മദൻ നബി തിരുഗുരു മലർവിലാദത്തിൻ അതിശയ പുകഴ്ചകൾ അതൃപമ്പെത്തൂരത്തും കൊണ്ടേ അരിമ പെരുമ പുതുമ തരമായി നിജമായി പെരുമ അഷ്റഫുൽ മുബശ്ശിർ താമേ അഷ്റഫുൽ മുബശ്ശിർ താമേ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുന്നേ ഒട്ടേറെ നബിമാരും അവർക്ക് ഒരുപാട് വേദങ്ങളും ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ വേദങ്ങളിലെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചും അവിടുത്തെ വിലാദത്തിനെ കുറിച്ചുമെല്ലാം അള്ളാഹു തആല ദിവ്യബോധനം നൽകിയിരുന്നു. ആ വേദങ്ങളിൽ പറഞ്ഞതനുസരിച്ച് ആമിന ബീവി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉള്ളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറെത്തുകയും ആ നൂറ് ആമിന ബീവിയുടെ ഉള്ളിൽ വളർന്ന് വലുതായി പിന്നീട് റബിയുൽ അവ്വൽ 12 ഈ ലോകത്തേക്ക് ഭൂജാതനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നു. റബിയുൽ അവ്വലിൽ നബി തങ്ങൾ ജനിക്കുന്ന സമയത്ത് മലക്കുകൾ ഒന്നടങ്കം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ലോകം മുഴുവൻ, ഇരു ലോകങ്ങളും ആനന്ദ നൃത്തമാടുകയും ചെയ്ത ഒരു അനുഭൂതിയിലായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനമുണ്ടായിരുന്നത്. അങ്ങനെ ആമിന ബീവി റളിയല്ലാഹു അൻഹു ഈ പിറവിയുടെ സമയത്തെല്ലാം അതീവ സന്തോഷത്തിലായിരുന്നു. ഒരുവിധ പ്രയാസങ്ങൾ, പ്രസവ സംബന്ധമായ ഒരു തരി വേദന പോലും, ഒരു പ്രയാസങ്ങളും ആമിന ബീവി റളിയല്ലാഹു അൻഹ അനുഭവിക്കേണ്ടി വന്നില്ല എന്നും കവി കുറിച്ചു വെക്കുന്നുണ്ട്. വേദമോദിയ വിധമൊളിവെത്തി ഉദിമതയാമിന മങ്കയതിൽ വാഹിദിന്റെ തിരുവരുളെത്തി ചിതമുടവിലാദത്തിൻ നിമിഷത്തിൽ. വേദമോദിയ വിധമൊളിവെത്തി ഉദിമതയാമിന മങ്കയതിൽ വാഹിദിന്റെ തിരുവരുളെത്തി ചിതമുടവിലാദത്തിൻ നിമിഷത്തിൽ. ഇറങ്ങിട മലക്കുകൾ ഉലകമിലെ ഇഹപരമകില മെഹൊഷിയതിലെ ഒളിവെട്ടിത്തിളങ്ങിന സുഹൃതമിലെ ഒളിവരെ പുകളുകൾ തകൃതിയിലെ. വിണ്ട് മനം കുളിരായി ഒളിവും കൊണ്ട് വിളങ്കിടലായി. വിണ്ട് മനം കുളിരായി ഒളിവും കൊണ്ട് വിളങ്കിടലായി. ബീവിയിൽ അണുവിണ ചൊടിവിട പുകളുവതായി അലമുകൾ കിലശമെ തീണ്ടിയതിൽ ഇത് ഒക്കെയും ആദരമോദിന പൊരുളാമേ. ആദിയമൈ തൊളി ത്വാഹ അഹ്മദൻ നബി തിരുഗുരു മലർവിലാദത്തിൻ അതിശയ പുകഴ്ചകൾ അതൃപമ്പെത്തൂരത്തും കൊണ്ടേ അരിമ പെരുമ പുതുമ തരമ നിജമായി പെരുമ അഷ്റഫുൽ മുബശ്ശിർ താമേ അഷ്റഫുൽ മുബശ്ശിർ താമേ.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറവിയിലുള്ള ഭാഗമാണ് ഇനി കവി കോർത്തു വെക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത് തല കുത്തി സുജൂദ് ചെയ്യുന്ന രീതിയിലാണ് എന്ന് കവി പറഞ്ഞു വെക്കുന്നു. മാത്രമല്ല, ദീൻ വിധി പ്രകാരം ഫറലായ ചേലാകർമ്മം മാർഗം കഴിക്കപ്പെട്ടവരായ സ്ഥിതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനാക്കുന്നത്. അതിനും പുറമെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുമലിൽ നുബുവത്തിൻ്റെ അടയാളമുണ്ടായിരുന്നുവെന്നും കവി കോർത്തു വെക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തോടുകൂടെ ധാരാളം നിഴമത്തുകളും ബറക്കത്തുകളും ഭൂമിയിലേക്ക് ഇറങ്ങി പരിശുദ്ധ മക്കയാകെ വളരെ സന്തോഷത്താൽ നൃത്തമാടി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒളിവറിഞ്ഞ് ലോകത്താകമാനമുള്ള ജനങ്ങൾ, മക്കയിലെ വിവിധ ഭാഗത്തുള്ള ജനങ്ങൾ ഖുറൈശി വീട്ടിലേക്ക് പരന്നൊഴുകി അതപോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒളിവ് ദർശിച്ചതായും കവി പറഞ്ഞു വെക്കുന്നു. ദൂതരാദിനം വന്തുലകത്തിൽ തലം നിലമ്പെത്ത് സുജൂദാനേ, ദീൻ വിധിയാം മാതൃകമാർക്കം ചെയ്ത വിധം റാഹത്താനേ. ദൂതരാദിനം വന്തുലകത്തിൽ തലം നിലമ്പെത്ത് സുജൂദാനേ, ദീൻ വിധിയാം മാതൃകമാർക്കം ചെയ്ത വിധം റാഹത്താനേ. നുബുവത്തിൻ അലാമത്ത് ചുമലതിലെ, നിഴമത്തും ബറക്കത്തും ജഗമിതിലെ, പതിമക്കമകിലമെ സുറുറതിലെ, പയക്കങ്ങൾ തുതിപ്പുകൾ പൊലിവതിലെ. വിണ്ട് ജനം മണവായ് മഹമു ദണ്ഡ വിളി നിജമായി, വിണ്ട് ജനം മണവായ് മഹമു ദണ്ഡ വിളി നിജമായി. ചെയ്തികൾ അറിന്തിട അജബിടை തരം തരമായി, അതബുകൾ വെടിന്തിടതപ്പടി തങ്ങളിലൊക്കെയും ആദരമോദിന പൊരുളാമേ. ആദിയാമൈ തൊളി ത്വാഹ അഹ്മദൻ നബി തിരുഗുരു മലർവിലാദത്തിൻ അതിശയ പുകഴ്ചകൾ അതിർപ്പമ്പെത്തൂരത്തും കൊണ്ടേ. അരിമ പെരുമ പുതുമ തരമായി നിജമായി പെരുമ അഷ്റഫുൽ മുബശ്ശിർ താമേ, അഷ്റഫുൽ മുബശ്ശിർ താമേ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറവിയോടുകൂടെ അവിടുത്തെ പിരിശം ഈ ലോകത്താകമാനം പരന്നു, പൂരിശ പരന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒളിവ് ലോകത്താകമാനം എത്തി പരിശുദ്ധ ഷഹാദത്തിലേക്ക്, പരിശുദ്ധ ഇസ്ലാമിലേക്ക് ജനങ്ങൾ കടന്നു വരാൻ തുടങ്ങി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ജനങ്ങൾ ആകർഷരായി. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഖുദ്റത്തോടുകൂടെ ജനങ്ങൾ ഹിദായത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വന്നു. തുടർന്ന് ഒരു പ്രാർത്ഥനയോടുകൂടെയാണ് കവി അവസാനിപ്പിക്കുന്നത്. ഇത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങൾ പാടി പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ കവി അവസാനിപ്പിക്കുന്നുണ്ട്. നാദമെങ്കുമനിത മുഷർവായേ, തരിത്തിട് മഹമൂദ് വരവായേ, നാഗമാർഗമെ വെളിപ്പെടുത്തിടുമ ഷറഫുട സയ്യിദ് അണവായേ. നാദമെങ്കുമനിത മുഷർവായേ, തരിത്തിട് മഹമൂദ് വരവായേ, നാഗമാർഗമെ വെളിപ്പെടുത്തിടുമ ഷറഫുട സയ്യിദ് അണവായേ. റഹ്മത്തിൻ ബദറൊളി തിളങ്ങിടുമേ, ഷഹാദത്തിൻ ധ്വനി പാരിൽ മുശങ്കിടുമേ, ഹിദായത്തിലകിലമേ വശങ്കിടുമേ, കുതിരത്തിനുടയവൻ തുണച്ചിടുമേ. വിണ്ട് പുകഴ്ചയതായി ശൗക്കും കൊണ്ട് മനം നിറവായി, വിണ്ട് പുകഴ്ചയതായി ശൗക്കും കൊണ്ട് മനം നിറവായി. ചൊറുകൂടെ തിരുഗുരു സുരപതി തെളിച്ചിടുമേ, കസസുകൾ ബിരുത്തിടനങ്ങളിലെപ്പോഴും ആവത് ആദരമേകിന പൊരുളാലേ. ആദിയാമൈ തൊളി ത്വാഹ അഹ്മദൻ നബി തിരുഗുരു മലർവിലാദത്തിൻ അതിശയ പുകഴ്ചകൾ അതിർപ്പമ്പെത്തൂരത്തും കൊണ്ടേ. അരിമ പെരുമ പുതുമ തരമായി നിജമായി പെരുമ അഷ്റഫുൽ മുബശ്ശിർ താമേ, അഷ്റഫുൽ മുബശ്ശിർ താമേ, അഷ്റഫുൽ മുബശ്ശിർ താമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.